Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള ഒരു ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ പീരിയോഡിക് മോഷൻ ആണ്. അതായത് ടൈപ്സ് ഓഫ് പീരിയോഡിക് മോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒക്കെ. പിന്നെ സിമ്പിൾ പെൻഡുലം, ഓക്കെ, അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ് അത്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസ്, ടൈം പീരീഡ്, ഫോഴ്സ്, അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫുള്ളും നമ്മൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരു നെക്സ്റ്റ് പോർഷൻ ആണത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈപ്സ് ഓഫ് വേവ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ ആ ഒരു സൂപ്പർ പൊസിഷൻ വേവ്സ് എന്താണ് നോക്കിയിട്ടുണ്ടായിരുന്നു. റിഫ്ലക്ഷൻസ് ഒക്കെ എന്താണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീറ്റ്സ്, ഡോപ്ലർ എഫക്റ്റ്, അങ്ങനെ ഒരു ഡിഫറെന്റ് ടോപ്പിക്സുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ എന്താണ് മോഷൻ നമുക്ക് നോക്കാം. ഓക്കെ, മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈമിങ്ങിൽ ആ ഒരു അതിന്റെ ചുറ്റുപാടിനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിന്റെ ആ ഒരു ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ് എത്രത്തോളം ചേഞ്ച് ആകുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആകുന്നത്, അതാണ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ മോഷൻ, നമ്മളൊരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് ചില ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊക്കെ ടേംസ് ആണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെ അല്ലെ. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ടൈം, ആക്സിലറേഷൻ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്താന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ ടൈപ്സിൽ മോഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു 3 ഡയമെൻഷനിൽ, ഇപ്പൊ നമുക്കറിയാം എക്സ് വൈ ഇസഡ്, 3 ഡയമെൻഷൻ നമുക്ക് അറിയുന്നതാണ്, എക്സ് വൈ ഇസഡ്. ഈ 3 ഡയറക്ഷനിൽ ഏതിലെങ്കിലും ഒരു ഡയറക്ഷനിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പാത്തിലൂടെ ആയിരിക്കും ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് റൊട്ടേഷനിലാണ്. അപ്പൊ നമുക്കൊരു ഫിക്സ്ഡ് ആക്സിസിൽ വെച്ച് ഒരു സർക്കുലർ പാത്തിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ഫിക്സ്ഡ് ആക്സിസിൽ നമ്മളിപ്പോ ഒരു സെന്റർ പോയിന്റ് ഉണ്ടാകും. ആ ഒരു സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സർക്കുലർ മോഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് ലീനിയർ മോഷൻ ആണ്. അപ്പൊ നമുക്കൊരു ട്രാൻസ്ലേഷൻ മോഷന്റെ ഒരു ടൈപ്പ് ആണ്. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമായിരിക്കും, ഒരു സിംഗിൾ ഡയമെൻഷനിൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ മോഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് പീരിയോഡിക് മോഷൻ. നമുക്കറിയാം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് ആണ് അല്ലെ. ഒരു സർട്ടൈൻ ഇന്റർവൽ ഓഫ് ടൈമിന് ശേഷം വീണ്ടും അത് റിപ്പീറ്റ് ആകുന്നുവെങ്കിൽ ദാറ്റ്സ് ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആണ്. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സിമ്പിൾ പെൻഡുലം നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് വരുന്നത്. അതെങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ഈച്ച് തരായിരിക്കും. ഒന്ന് ഫ്രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ അത് ബാക്കിലേക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു എങ്ങനെയായിരിക്കും? ഒരു മൂവ്മെന്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് അല്ലെ. ഇവിടെ നമുക്കൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഈ പറയുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിന് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് അതിന്റെ ഒരു മെയിൻ പൊസിഷൻ, ഇപ്പൊ നമുക്ക് സിമ്പിൾ പെൻഡുലം അറിയാം അല്ലെ. ഇതായിരിക്കും അതിന്റെ ഒരു സെന്റർ പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വരും, ദെൻ ഇറ്റ് ബാക്കിലേക്ക് വരും അല്ലെ. അപ്പൊ അതിന്റെ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഒരു ഹൊറിസോണ്ടലും ഉണ്ടാകും ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാകും. അതാണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഓസിലേറ്ററി മോഷൻ. ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് നേച്ചർ ആയിരിക്കും നമുക്ക് വരുന്നത്. അതായത് ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ആകും. ഓക്കെ, അപ്പൊ അതായത് എന്താ പറയുക, ഇപ്പൊ നമുക്കൊരു ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഓസിലേഷൻ എന്ന് പറയുന്നത്. അതൊരു മെക്കാനിക്കൽ ഫീൽഡ്, ആ ഒരു ഇതിലേക്കാണ് നമുക്ക് അതിന് വൈബ്രേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കൊരു വൈബ്രേഷൻ ആകുമ്പോൾ നമുക്കറിയാം എത്ര ടൈംസ് ആയിരിക്കും നമുക്ക് അതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് ബേസിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ബേസിക് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇസ് ദി
നോക്കൂ, ഇതാണ് നമുക്കൊരു പീരിയോഡിക് മോഷന്റെ വേവ് ഫോം എങ്ങനെ കാണിക്കുന്നു പറഞ്ഞാൽ ഇതായിരിക്കും അല്ലെ. നമുക്ക് നോക്കൂ, ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നുണ്ട്, ദെൻ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അഗൈൻ ഇറ്റ് റിപ്പീറ്റ് ദ സെയിം പോസിറ്റീവ് ദെൻ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റർ മാക്സിമം ടൈമിംഗ് വരുന്നുണ്ടല്ലോ, ഈ ഒരു മാക്സിമം ടൈം അറ്റ് 2 പീക്സ് അല്ലെ, രണ്ട് സെയിം ആ ഒരു ടൈമിൽ വരുന്നതാണ് നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാക്സിമം വരുന്ന വാല്യൂ എത്രയാണോ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈമിലായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ടൈമിലും ഡിസ്പ്ലേസ്മെന്റുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോഷൻ റിപ്പീറ്റ് ആകുന്നതിന് എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അഗൈൻ ഈ ഒരു വേവ് ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തത് എവിടെയാണ്, ഇവിടെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിനെ നമുക്കൊരു ടൈം പീരീഡ് എന്ന് പറയാം. ഈ ഒരു ടൈം ഡ്യൂറേഷനെ നമുക്ക് എന്ത് പറയാം, ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേം നമുക്ക് പഠിക്കേണ്ടതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടൈംസ് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു പർട്ടിക്കുലർ ടൈം അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ, ഇപ്പൊ ഒരു 1 സെക്കൻഡിൽ എത്ര മോഷൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട്, എത്ര മോഷൻസ് ആണോ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, അതിനെയാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ഓഫ് മോഷൻ ഉണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദ ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമുക്കറിയാം ഹെർട്സ് ആണ്, ദാറ്റ് ഈസ് HZ ആണ്. ഫ്രീക്വൻസിയും ടൈമും റിലേറ്റഡ് ആണ്, അതായത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം, അതല്ലെങ്കിൽ T ഈസ് ഈക്വൽ ടു 1/F എന്ന് പറയാം. അതായത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ഒരു പീരിയോഡിക് മോഷന്റെ വേവ് ഫോംസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസിലൊക്കെ ചോദിക്കാം ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഡിഫറൻസ് നോക്കാം. അതായത് പീരിയോഡിക് മോഷനും നോൺ പീരിയോഡിക് മോഷനും തമ്മിൽ ഉണ്ടാവുന്ന ഒരു മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ റെപ്പറ്റേറ്റീവ് മോഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് എന്ന് പറയാം. നോൺ റെപ്പറ്റേറ്റീവ് ഇൻ നേച്ചർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഡിപെൻഡൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ടൈം ഇന്റർവൽ ഈസ് നീഡ് ഇൻ ദ ഡിസ്കഷൻ ഓഫ് പീരിയോഡിക് മോഷൻ. നമുക്ക് ടൈം ഇന്റർവൽ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞൊരു ഒരു ഫിക്സ്ഡ് ടൈം ഇന്റർവെല്ലിൽ വരുന്ന റിപ്പീറ്റഡ് മോഷൻ ആണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈമിംഗ് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. പക്ഷെ നമുക്ക് നോൺ പീരിയോഡിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൈമിന്റെ ബേസിലൊന്നും നമുക്ക് റിപ്പീറ്റേഷൻ നടക്കുന്നില്ല. സോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്ഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് സർക്കുലർ മോഷൻ, വൈബ്രേറ്ററി മോഷൻ, അതല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന പീരിയോഡിക് മോഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവിടെ എന്തൊക്കെയാണ് നോൺ പീരിയോഡിക് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്ററി മോഷൻ വരും നമുക്ക്. അതുപോലെ തന്നെ ഫ്രീ ഫോൾ, ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു ഫ്രീ ഫോൾ, പ്രൊജക്ടൈൽ മോഷൻ, ഇതൊക്കെ നമുക്ക് നോൺ പീരിയോഡിക് മോഷൻ ആണ്. കാരണം അതൊരു ആഫ്റ്റർ ഒരു സർട്ടൈൻ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ആകാത്ത മോഷനുകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് നോൺ പീരിയോഡിക്കിൽ വരാം. ഓക്കെ, എക്സാമ്പിളുകൾ നോക്കൂ. പ്ലാനറ്റിന് ചുറ്റും, സണ്ണിന് ചുറ്റും പ്ലാനറ്റുകളുടെ മോഷൻ, then ഇലക്ട്രോൺസുകളുടെ മൂവ്മെന്റ്സ്, റോക്കിംഗ് ചെയർ, ബ്ലേഡ്സ് ഓഫ് യുവർ ഫാൻ പെർഫോം പീരിയോഡിക് മോഷൻ അല്ലെ. നമ്മുടെ ആ ഒരു ഫാനിന്റെ ബ്ലേഡുകൾ എങ്ങനെയാണ്, ഒരു പീരിയോഡിക് മോഷൻ, ഒരു സർട്ടൈൻ ടൈം ഓഫ് ഇന്റർവെലിന് ശേഷം റിപ്പീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോൺ പീരിയോഡിക്കിൽ വരുന്ന എക്സാമ്പിളുകൾ എന്തൊക്കെയാണ് വരുന്നത്, ഒരു ബോൾ, നമ്മളൊരു ഗ്രാവിറ്റിയുടെ ഇതിൽ നമുക്ക് ആ ഒരു ബോൾ വരുന്നത്, ബോളിൽ വരുന്ന ആ ഒരു ബൗൺസിംഗ് ദ ബോൾ വരുന്നത്, അതുപോലെ തന്നെ മോഷൻ ഓഫ് ആക്സലറേറ്റഡ് വെഹിക്കിള്, ഡോൾഫിൻസിന്റെ മൂവ്മെന്റ്സ്, പ്ലെയേഴ്സ്, ഗ്രൗണ്ടിൽ വരുന്ന പ്ലെയേഴ്സിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ നമുക്ക് നോൺ പീരിയോഡിക് മോഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഡിഫൈൻ എങ്ങനെ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഓസിലേറ്റിംഗ് ബോഡി, അതായത് ഒരു ഓസിലേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിന്, അതിന്റെ ആ ഒരു മീൻ പൊസിഷനിൽ നിന്നും വന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓസിലേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന്, അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്നും വന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നതാണ് പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്നുള്ള ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ രണ്ട് ടൈപ്സ് ആണ് വരുന്നത്, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനും അതുപോലെ തന്നെ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനുമാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല, ഇക്വേഷൻ ആണ് നോക്കുന്നത്. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ് d²x/dt² പ്ലസ് ω²x = 0. ഇതാണ് നമുക്ക് അതിന് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന ഇക്വേഷൻ എന്താണ്, I d²θ/dt² പ്ലസ് c θ = 0. ഇതാണ് ആംഗുലാർ
സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന ആ ഒരു ടൈമിനെ ബേസ് ചെയ്തില്ലെങ്കിൽ റെസ്പെക്ട് ചെയ്തിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? d square x by dt square plus omega square x is equal to 0. ഇതെന്ന് പറയുന്നതാണ് എന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് d square x by dt square plus omega square x equal to 0. അപ്പൊ ഇതിന് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഫസ്റ്റ് ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിന്റെ മീൻ പൊസിഷനിലാണെങ്കിൽ x is equal to എന്താണ്? a sin omega t ആണ്. ഓക്കെ, അത് അതിന്റെ നോട്ട് അറ്റ് മീൻ പൊസിഷനിലാണെങ്കിൽ x is equal to a sin phi ആണ്. ഓക്കെ, പാർട്ടിക്കിൾ എന്ന് പറയുന്നത് q അറ്റ് എനി ടൈം t. ഓക്കെ, ആ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പോയിന്റ് q-ലാണ് നിൽക്കുന്നത് ഏതൊരു ടൈം t ആണെങ്കിൽ x is equal to a sin omega t plus phi ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 കേസസിൽ വരുന്നത്. ഓക്കെ, എന്താണ് ഇനി എനർജി ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കാം. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒരു സം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സോ E is equal to 1/2 ka² എന്നാണ് നമുക്ക് അതിന് വരുന്ന ഒരു ഇക്വേഷൻ. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി, ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടൈം. ടൈമിംഗ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പെക്ടഡ് മോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിൽ അണ്ടറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് സം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദി കൈനറ്റിക് എനർജി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. x is equal to -7 വരുന്നതാണ് നമുക്ക് ഈ ഒരു കർവ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കർവും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ പാരാബോളിക് വരുന്ന ഒരു ഷേപ്പിലാണ്. ഇതെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദി കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, അപ്പൊ മോഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ ഒരു ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ വരുന്ന ഒരു ചേഞ്ച് ഇൻ പൊസിഷനെയാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോഷനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പീരിയോഡിക് മോഷനും അതുപോലെ തന്നെ നോൺ പീരിയോഡിക് മോഷനുമാണ്. ഓക്കെ, അപ്പൊ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മൂവ് ചെയ്തിരിക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ സർട്ടൈൻ ടൈമിൽ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ടൈം ഇന്റർവെൽ, ഒരു സർട്ടൈൻ ടൈം ഇന്റർവെലിനെ ബേസ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് സെയിം പാത്തിൽ സെയിം വേയിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഇനിഷ്യൽ പൊസിഷനിൽ, അതായത് ഒരു സർട്ടൈൻ ടൈമിന് ശേഷം അഗൈൻ അത് അതിന്റെ ഇനിഷ്യൽ പൊസിഷനിൽ എത്തുകയും തിരിച്ച് വീണ്ടും ആ ഒരു മോഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. അപ്പൊ നോൺ പീരിയോഡിക് മോഷൻ എന്തായിരിക്കും? അത് ആ ഒരു ഡസ് നോട്ട്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം അത് അഗൈൻ അതിന്റെ മെയിൻ പൊസിഷനിൽ എത്തുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മോർ റാൻഡമിക്കലി ആയിരിക്കും നമുക്ക് നടക്കുന്നത് അല്ലെ. അത് അതിന്റെ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം അല്ലെ. ചിലപ്പോൾ ആ പാത്ത് തന്നെ നമുക്ക് സെയിം പാത്ത് തന്നെ ഫോളോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു നോൺ പീരിയോഡിക് മോഷനിൽ എങ്ങനെയായിരിക്കും? റിപ്പീറ്റ് അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ 2 ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിപ്പീറ്റഡ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ബിറ്റ്വീൻ 2 പൊസിഷൻസ് or 2 states of an object known as oscillation. Oscillation എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റിപ്പീറ്റ് ആയിട്ട് ആ ഒരു 2 പൊസിഷൻസിന് ബിറ്റ്വീൻ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ദ പീരിയോഡിക് മോഷൻ ദാറ്റ് ഹാസ് ടെൻഡൻസി ടു റിപ്പീറ്റ് ഇറ്റ്സെൽഫ് ഇൻ എ റെഗുലർ സൈക്കിൾ. ഒരു റെഗുലർ സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഫ്രീക്വൻസിയുടെ ആ ഒരു റിപ്പീറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. സോ ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 1/t. ഓക്കെ, അല്ലെങ്കിൽ t is equal to 1/f എന്ന് പറയും. കാരണം ഫ്രീക്വൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. f എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും t എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്നാണ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് ഓസിലേഷൻസ് നമുക്ക് 2 ടൈപ്സ് ആണ് വരുന്നത്. ഡാംപ്ഡ് ഓസിലേഷൻസും അതുപോലെ തന്നെ അൺഡാംപ്ഡ് ഓസിലേഷൻസും ആണ്. ഓക്കെ, അപ്പൊ ഡാംപ്ഡ് ഓസിലേഷനിൽ വരുന്ന ചെറിയ കണ്ടീഷൻസ് ആണ്. അണ്ടർ ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് which is less than 1 ആയിരിക്കും. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് which is equal to 1 ആണെങ്കിൽ that is critically damped oscillations ആയിരിക്കും. എന്നാൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് which is greater than 1 ആണെങ്കിൽ it is over damped oscillations ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കൂ.
ഫസ്റ്റ് ഓവർ ഡാംപ്ഡ് ആണ് വരുന്നത്. സോ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഷുഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡാമ്പിംഗ് കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതാണ് ക്രിട്ടിക്കലി ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, P2 എന്ന് പറയുന്നത്. ദെൻ അണ്ടർ ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് അണ്ടർ ഡാമ്പിൽ വരുന്ന ആ ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അൺഡാംപ്ഡ് ഓസിലേഷൻസ് എങ്ങനെയായിരിക്കും? ഇവിടെ അതിന്റെ ഒരു ഡിസ്പ്ലേസ് നടക്കുക, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആകുകയും അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരിക്കും. അതെന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് അതിനെ അൺഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അൺഡാംപ്ഡ് ഓസിലേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫെയ്ഡ് ആവില്ല എന്നാണ് പറയുന്നത്. അതായത് അതൊരു സെയിം മാഗ്നിറ്റ്യൂഡിൽ തന്നെയായിരിക്കും ഓസിലേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇതിൽ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ്പെരിമെന്റുകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് മാസ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരിക്കും ഒരു ഫിക്സ്ഡ് സപ്പോർട്ടോട് കൂടി അല്ലെ. അപ്പൊ ഈ ഒരു സപ്പോർട്ടോട് കൂടി ഒരു ജസ്റ്റ് ഒരു ലൈനിൽ നമ്മളൊരു മാസ്, ഒരു പർട്ടിക്കുലർ മാസുള്ള ഒരു ഒബ്ജക്ട് നമ്മൾ അതിനെ ഹാങ് ചെയ്തിരിക്കുകയായിരിക്കും. ഇതാണ് സിമ്പിൾ പെൻഡുലം. ഇത് എങ്ങനെയാണ്? ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ്സിൽ നമുക്ക് അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും അല്ലെ. ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടൈം പീരീഡിനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? T is equal to 2 pi square root of L by G ആണ്. L എന്ന് പറഞ്ഞാൽ എന്താണ്? It is the time period. Sorry, T എന്ന് പറയുന്നത് ടൈം പീരീഡ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം, G is the acceleration due to gravity ആണ്. ഇതാണ് നമുക്ക് വരുന്ന ടൈം പീരീഡ് ഓഫ് ദി സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അതായത് m ആണ് ആ മാസിൽ വരുന്ന ആ ഒരു ബോളിന്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമുക്കിത് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് 2 pi square root of L by G. ഈ ഒരു ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കണം. സിമ്പിൾ പെൻഡുലത്തിന്റെ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഒരു പ്രോബ്ലംസ് വരാവുന്ന ഒരു ഏരിയ ആണ്. അടുത്തത് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമ്മൾ നോക്കി. T is equal to 2 pi square root of L by G ആണ്. ഇതിന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ് വരുന്നത്. m എന്ന് പറയുന്നത് മാസ്, g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് h എന്ന് പറയുന്നത് ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ഹൈറ്റ്, എത്രത്തോളം ഹൈറ്റിലാണ് അത് മൂവ് ചെയ്തിരിക്കുന്നത് നോക്കുന്നത്. അടുത്തത് കൈനറ്റിക് എനർജിക്ക് എന്താണ്? ഹാഫ് mv² ആണ്. m എന്ന് പറയുന്നത് മാസ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഇത് രണ്ടാണ് നമുക്ക് വരുന്ന ഇക്വേഷൻസ്. ഇപ്പൊ നമുക്കൊരു സിസ്റ്റം ഫ്രീ ഓസിലേഷൻസ് ആണ് വരുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് വൈബ്രേറ്റ്സ് വിത്ത് ഇറ്റ്സ് ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാതെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് അത് വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഫ്രീ ഓസിലേഷൻസ് എന്നാണ് പറയുന്നത്. ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സോട് കൂടിയായിരിക്കും. ഒരു എക്സ്റ്റേണൽ ഒരു പീരിയോഡിക് ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ട് ആ ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലാതെ ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ ആ ഒരു ബോഡി ഓസിലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക് ആണ് റെസൊണൻസ് എന്ന് പറയുന്നത്. എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻക്രീസിംഗ് ഇൻ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കുന്ന ടൈമിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ആകുകയാണെങ്കിൽ ആ ഒരു ഫിനോമിനയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എർത്ത് സെയിം ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു റെസൊണൻസ് ഒക്കെ ആകുന്നുണ്ട്. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി ഓഫ് പീരിയോഡിക് വൈബ്രേഷൻസിൽ ഈക്വൽ ആവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എർത്ത് സമയത്ത് വരുന്ന ആ ഒരു ഫ്രീക്വൻസി പീരിയോഡിക് വൈബ്രേഷൻസിന്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുകയും അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ബിൽഡിംഗ് രണ്ടും കൂടി ടൈം ആകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു റെസൊണൻസ് ഒക്യൂർ ആവുകയും ആ ഒരു ലാർജർ ആംപ്ലിറ്റ്യൂഡിൽ കൂടുന്നതിനനുസരിച്ച് എന്താകും? ആ ഒരു ബിൽഡിങ്ങുകൾ ലാർജർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ആവുകയും അത് കൊളാപ്സ് ആകുന്നതിനും ചാൻസസ് ആകുന്നുണ്ട്. ഓക്കെ, റെസൊണൻസ് എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡ് രണ്ടും കൂടി ഫ്രീക്വൻസി നമുക്ക് സെയിം ആവുന്ന ഒരു പർട്ടിക്കുലർ ടൈമിനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് which propagates energy from one place to another without the transport of matter. അല്ലേ, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ഒന്നും തന്നെ ഇല്ലാതെ ഒരു സ്ഥലത്തിൽ നിന്നും എനർജിനെ വേറൊരു സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് which propagates energy from one place to another. അപ്പൊ ഏതൊക്കെ ടൈപ്സിലാണ് നമുക്ക് വേവ്സ് വരുന്നത്? മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ്. എന്തൊക്കെയാണ് വരുന്നത്? മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് ദി മാറ്റർ വേവ്സ്. There are 3 types of waves. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ പറഞ്ഞാൽ എന്താണ്? മീഡിയം മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വേവ്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ സെയിം ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് 1 ഡയമെൻഷൻ. ഒരു 1 ഡയമെൻഷൻ ആണ്. ഇത് നമുക്കൊരു 2 ഡയമെൻഷണൽ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് പോളറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അലൈൻ ചെയ്യാനോ സാധിക്കില്ല. ഈ വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാം, അതല്ലെങ്കിൽ അലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിനെ പറ്റും.
അതേപോലെ തന്നെ നമുക്ക് ഈ വേവിനെ നമുക്ക് ഏതൊരു മീഡിയത്തിലും ഒരു ഗ്യാസോ ലിക്വിഡോ സോളിഡോ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഓൺലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് സോളിഡോ അതല്ലെങ്കിൽ ലിക്വിഡ് സർഫേസിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ ആണ്. അതായത് എർത്ത് ക്വേക്ക് പി വേവ്, ദാറ്റ് മീൻസ് എർത്ത് ക്വേക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പ്രൈമറി വേവ് സെക്കൻഡറി വേവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എർത്ത് ക്വേക്കിൽ വരുന്ന പ്രൈമറി വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. എർത്ത് ക്വേക്കിൽ ഉണ്ടാകുന്ന സെക്കൻഡറി വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് റയർ ഫ്രാക്ഷൻസും കംപ്രഷൻസും ആണ്. റയർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നതിനാണ് റയർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു കളർ ചേഞ്ചിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസിൽ വരുന്നത് റയർ ഫ്രാക്ഷൻസ് ആണ്. ഈ ഒരു കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന വേവ്സിനെയാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റയർ ഫ്രാക്ഷന്റെയും കംപ്രഷന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രഫ്സും ക്രെസ്റ്റും ആണ്. ഈ അപ്പർ പാർട്ടിനെ നമുക്ക് ട്രഫ് എന്ന് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്, ലോവർ പാർട്ടിനെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ദ പ്രൈമറി വേവ് ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ആ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി എർത്ത് ക്വേക്കും സെക്കൻഡറി എർത്ത് ക്വേക്ക് വേവ്സും. അപ്പൊ പ്രൈമറി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? A body wave that travels through rock as longitudinal compression wave. ഒരു longitudinal compression wave ആയിട്ടാണ് ഈ പറയുന്ന ഒരു ബോഡി വേവ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പ്രൈമറി വേവ് അതിനെ പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പി വേവ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് 6 km/s ആണ്. സെക്കൻഡറി വേവ് എന്ന് പറയുന്നത് എന്താണ്? That travels rock as the transverse shear wave. Transverse shear wave ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ that is secondary wave. അതിനെ എസ് വേവ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്പീഡ് 3.5 km/s ആണ്. അടുത്തൊരു വേവ് ആണ് സർഫേസ് വേവ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ദിസ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അത് ഗ്രൗണ്ട് അൺഡുലേറ്റ് ലൈക്ക് എ സീ വേവ്സ്. ഒരു കടലിൽ ഉണ്ടാകുന്ന ആ ഒരു തിരകളെ പോലെ തന്നെ ഗ്രൗണ്ടിൽ വരുന്ന ഒരു വേവ് ആണ്. ഓക്കെ, അത് നമുക്ക് എന്താണ്? ആ ഒരു റഫ് എർത്ത് ബട്ട് ക്യാൻ റീച്ച് ഡെപ്ത് ഓഫ് സെവറൽ 100 km. അപ്പൊ നമുക്ക് റഫായിട്ട് എർത്തിന്റെ റഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ താഴെ ഭൂമിക്കടിയിൽ സെവറൽ 100 km വരെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് എൽ വേവ്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. സർഫേസ് വേവ് എന്ന് പറയുന്നത് ഇതിന് 3.2 km/s ആണ് നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് എർത്ത് വേവ്സ്. ഓക്കെ, ഇനി വേവിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടേംസുകൾ ഡെഫിനേഷൻസ് വരുന്ന നമുക്ക് ഫേസ് ഓഫ് വൈബ്രേഷൻ വരുന്നുണ്ട് അല്ലെ. അതായത് ഏതൊരു ഫിസിക്കൽ, അതായത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു മീൻ പൊസിഷനിൽ നിന്നും അതിന്റെ ഇക്വിലിബ്രിയം മീൻ പൊസിഷനിൽ നിന്നും എത്രത്തോളം നമുക്ക് വൈബ്രേഷൻ വന്നിരിക്കുന്നു, അതിനെയാണ് നമ്മൾ ആ ഒരു മോഷൻ എത്രത്തോളം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രത്തോളം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അവിടെ വന്നിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് മീഡിയങ്ങളുടെ സെയിം ഫേസിൽ വരുന്ന രണ്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന മീഡിയങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ലാംഡയാണ്. ആംഗുലർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? K is equal to 2π/λ. അതായത് 2π/λ നമ്പർ ഓഫ് വേവ് ലെങ്തിനെ പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്തിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ആംഗുലർ വേവ് നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഒരു സെക്കൻഡിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തോ അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. F is equal to 1/t ആണ്. ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ is equal to 2πv ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ടൈം പീരീഡ് V is equal to 1/t എന്ന് പറയാം. V എന്നല്ലെങ്കിൽ നമുക്ക് F എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാം. F is equal to 1/t, ഫ്രീക്വൻസി is equal to 1/t എന്നല്ലെങ്കിൽ T is equal to 1/f ആണ്. അപ്പോൾ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ടൈം, വെലോസിറ്റി ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. വെലോസിറ്റി ഓഫ് വേവ് is equal to ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണിത്. ഓക്കെ, അടുത്താണ് പ്രോഗ്രസീവ് വേവ് എന്താന്ന് നോക്കുന്നത്. പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ്. അത് നമ്മൾ മൂവ് ചെയ്യാണ്. അതായത് ഒരു മീഡിയം ഓഫ് ഡിസ്റ്റർബൻസിൽ നിന്നും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രസീവ് വേവ് എങ്ങനെയാണ്? ആ ഒരു മീഡിയത്തിൽ നിന്നും മൂവ് ആവുകയും ആ എനർജി ട്രാൻസ്ഫർ ആവുകയും മൊമെന്റം, അതായത് എനർജി മൊമെന്റം ട്രാൻസ്ഫർ ആവുകയാണ്. ഒരു എൻഡിൽ നിന്നും വേറൊരു എൻഡിലേക്ക് ഡിസ്റ്റർബ് ആകുന്നതിന് ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെ. അതായത് വേറൊരു ഭാഗത്തേക്ക് നമ്മൾ മൂവ് ചെയ്യണം. എനർജീസുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസുകളൊന്നും ഇല്ലാത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജി ആൻഡ് മൊമെന്റം ട്രാൻസ്ഫറിങ്ങിനെയാണ് നമുക്കൊരു പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് വരുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് വരുന്നുണ്ട്, ഓർബിറ്റൽ വേവ്സ് വരുന്നുണ്ട്. ഇത് മൂന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെയിൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ടൈപ്സ് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കാം. നമുക്കിതൊക്കെ അറിയുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെ.
നോക്കൂ, നമ്മൾ x ഡയറക്ഷനിലും y ഡയറക്ഷനിലുമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വേവ് കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈനസോയിഡൽ വേവ് ആയിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാകാം, അതേപോലെ തന്നെ നെഗറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാകാം. ഓക്കെ, ഈ ക്രസ്റ്റും ട്രഫും എന്താണ്? ഈ നെഗറ്റീവിൽ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രഫ് എന്ന് പറയുന്നത്. എന്നാൽ പോസിറ്റീവിൽ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, then the distance between two adjacent crest or two adjacent trough is known as wavelength. ലാംഡ അല്ലെ. വേവ്ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ അതല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വേവ്ലെങ്ത് എന്ന് പറയാം. ദെൻ ഫ്രീക്വൻസി എന്താണ്? ഒരു സെക്കൻഡിൽ എത്രത്തോളം വേവ്സ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വേവ്. നോക്കൂ, ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനി അഗൈൻ നെഗറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എനിക്ക് ഈ ഒരു ടൈം ഡ്യൂറേഷൻ, ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വേവിനെയാണ് നമുക്ക് ആ വരുന്ന ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഒരു വേവിന്റെ. ഓക്കെ, ആൻഡ് പിന്നെന്താ അതിൽ നമുക്ക് നോക്കാനുള്ളത്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ്, വേവ്ലെങ്ത്, ക്രസ്റ്റ്, ട്രഫ്, പീരീഡ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വേവില് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയുന്ന വേർഡ്സ് ആണ് അല്ലെ, പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല നമ്മളിതിൽ. ഓക്കെ, അടുത്ത ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ നമുക്ക് വരുന്നതാണ് phi is equal to 2pi by lambda x എന്നാണ്. ഓക്കെ, അപ്പോൾ ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണിത്. phi is equal to 2pi by lambda x എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അതിൽ വരുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് എന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു സ്ട്രിങ് എത്രത്തോളം മൂവ്മെന്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വയറിൽ വന്നിരിക്കുന്ന എത്രത്തോളം മൂവ്മെന്റ്സ് ആണ്, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇന്റൻസിറ്റിക്ക് വരുന്ന ഒരു ഇക്വേഷൻ ആണ് I is equal to P by A എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇന്റൻസിറ്റി ആണ്. P എന്ന് പറയുന്നത് പവർ ക്യാരിഡ് ബൈ ദ വേവ് ആണ്. ദെൻ A എന്ന് പറയുന്നത് ഏരിയ ആണ്. ഓക്കെ, അടുത്തത് ഈ ഒരു പ്രോഗ്രസീവ് വേവും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ വരുന്ന ഇക്വേഷൻ ആണ് y of x of t is equal to x, t is equal to a sin of kx minus omega t plus phi 0 എന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. കെയുടെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് അവർ ചോദിക്കാം. ചിലപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോം എന്താണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയണം. x എന്ന് പറഞ്ഞാൽ ഇതിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, k is the angular wave number and omega is the angular frequency, phi 0 is the initial phase. ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്ന ടേംസ്. അടുത്താണ് ട്രാവലിംഗ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാവലിംഗ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് വേവ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻസിൽ വരുന്ന ചേഞ്ചസ്, ആ ഒരു പ്രോഗ്രഷൻ ഓഫ് വേവിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻസിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഈ ഒരു ട്രാവലിംഗ് വേവിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ മിനിമം ആംപ്ലിറ്റ്യൂഡും ആ ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ, ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഒരു വേവ് ഓസിലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വേവ് പ്രോഗ്രഷൻ അനുസരിച്ചിട്ട് എത്രത്തോളം ഓസിലേഷൻസ് ആണോ വന്നിരിക്കുന്നതെന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാവലിംഗ് വേവിനെ നമ്മൾ പ്രോഗ്രസീവ് വേവ് എന്നുള്ള ഒരു പേരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ട്രാവലിംഗ് വേവിന്റെ ഒരു ഇക്വേഷൻ ആണ് y is equal to a sin x sin of omega t minus kx എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഒരു ഇക്വേഷൻ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ് അല്ലെ. രണ്ട് വേവുകൾ തമ്മിൽ സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇത് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് സെയിം മീഡിയം ഇന്റർഫേസിൽ വെച്ച് രണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവയുടെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. രണ്ട് വേവുകളുടെ സം എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വെക്റ്റർ സം ആയിരിക്കും നമുക്ക് റിസൾട്ടിങ് വരുന്ന രണ്ട് വേവുകൾ ആ ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വരുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വേവ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കുക, എന്റെ വേവ് ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് y1 ഉം സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് y2 ആണ്. അപ്പൊ എന്റെ ഈ ഒരു റിസൾട്ടന്റ് വേവ്, ഈ പറയുന്ന ഫൈനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് വേവുകളുടെയും കൂടി വെക്റ്റർ സം ആയിരിക്കും എന്റെ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റുകൾ y1 y2 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് വേവുകളുടെയും കൂടി ഇൻഡിവിജ്വൽ വേവുകളുടെ ആംപ്ലിറ്റ്യൂഡുകളുടെ വെക്റ്റർ സം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതിന്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് എങ്ങനെ വരും? ആ ഒരു ആഫ്റ്റർ ദ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഫൈനൽ വേവിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു സം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് y is equal to f1 of x minus vt plus f2 of x minus vt plus etc fn of x minus vt എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമുക്ക് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, സെക്കൻഡ് വൺ ഈസ് ദ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫോമും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസും ആണ് നമ്മൾ ഇവിടെ. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n π ആണ്, അതുപോലെ തന്നെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡ ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ വരുന്ന ഫേസ് ഡിഫറൻസ് 2n π യും പാത്ത് ഡിഫറൻസ് n ലാംഡ ആണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും നമുക്ക് നോക്കാം. ആദ്യം ഞാൻ വേവ് 1 കൺസിഡർ ചെയ്യുന്നു, സെൻ വേവ് 2. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടന്റ് ആയിരിക്കും നമുക്ക് വരുന്ന റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത്. അതായത് എന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഷുഡ് ബി ഹയർ ദാൻ കമ്പയർ ടു വെൻ വേവ് 1 ആൻഡ് വേവ് 2 അല്ലെ. മാക്സിമം അല്ലെങ്കിൽ നമുക്ക് ഹയർ വേവ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ടിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്റ്റീവ് വേവിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n π യും പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, എന്റെ വേവ് 1 എന്ന് പറയുന്നത് കുറച്ച് ഹയർ വേവ് ആംപ്ലിറ്റ്യൂഡ് ആണ് വേവ് 2വിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും? ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഈ വേവ് 1ഉം അതുപോലെ തന്നെ വേവ് 2ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള സെയിം ആംപ്ലിറ്റ്യൂഡ് അല്ലെ. സപ്പോസ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് വേവ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ വരുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2n - 1 π ആണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n - 1/2 into ലാംഡ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഫേസ് ഡിഫറൻസ് എന്താണ്? 2n - 1 into π and n - 1/2 into ലാംഡ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തതാണ് റിഫ്ലക്ഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരു മീഡിയത്തിലേക്ക് എന്റെ ഒരു വേവ് വരികയാണ്, അപ്പൊ വേറൊരു മീഡിയം ആയിട്ടാണ് ഇത് കൊളൈഡ് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ വേവ് ജസ്റ്റ് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ. അതിന്റെ ഡയറക്ഷനിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലും റിഫ്ലക്ഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഫിക്സ്ഡ് എൻഡ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ ഫ്രീ എൻഡ് റിഫ്ലക്ഷനും ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വേവ് ഫോം നോക്കാം. അപ്പോൾ ഇനിഷ്യലി ഞാൻ നോക്കുന്നത് ഫ്രീ എൻഡ് ആണ് അല്ലേ. അപ്പോൾ ഫ്രീ എൻഡ് ആയതുകൊണ്ട് എന്തിരിക്കുകയാണ്? ഇതൊരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേവ് ഇവിടെ വരികയും ഈ ലൂപ്പിൽ ചെറിയൊരു അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ്മെന്റ് ആവുകയും തിരിച്ച് അതേ സെയിം ഫേസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേവ് റിഫ്ലക്റ്റ് ആയി പോകുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എന്റെ ഫിക്സ്ഡ് എൻഡ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ നോക്കൂ, സെയിം വേവ് വന്ന് ആ ഒരു ക്രസ്റ്റ് പോർഷൻ എന്റെ വോളിൽ വന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മൂവ്മെന്റുകളൊന്നും തന്നെ നടക്കില്ല. സോ ഈ വോൾ എനിക്കൊരു ഫോഴ്സ് ഈ റോപ്പിലേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആണ്. സോ എനിക്ക് വന്ന ആ ഒരു ഫേസിലുള്ള ആ ഒരു വേവിന്റെ ഓപ്പോസിറ്റ് ഫേസ് അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഫേസിലുള്ള വേവ് ആണ് എനിക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ടും ഓപ്പോസിറ്റ് ഇൻ ഫേസ് ആണ്. ഓക്കെ, അടുത്താണ് സ്റ്റാൻഡിങ് വേവ്സും നോർമൽ മോഡ്സും. ഓക്കെ, അപ്പോൾ ഏതൊരു സ്റ്റേഷനറി വേവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷൻ ഓഫ് 2 ട്രാവലിംഗ് വേവ്സുകൾ അല്ലെ, മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ആംപ്ലിറ്റ്യൂഡിൽ മൂവ് ചെയ്യുന്ന, സെയിം ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സെയിം സ്പീഡിലൊക്കെ മൂവ് ചെയ്യുന്ന 2 ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള വേവ്സുകളെ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേഷനറി വേവ് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത്. എന്താണ് നോഡ്സും ആന്റി നോഡ്സ് എന്ന് പറഞ്ഞാൽ? ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് എലോങ് എ സ്ട്രേറ്റ് സ്റ്റാൻഡിങ് വേവില്, അതായത് വേവുകൾക്ക് മിനിമൽ ആംപ്ലിറ്റ്യൂഡ് വരുന്ന പോയിന്റ് ഏതാണോ അതാണ് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റി നോഡ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത് മാക്സിമം ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ആന്റി നോഡ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് നോർമൽ മോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു മാസ് ഓൺ എ സ്പ്രിംഗ് എന്ന് പറയുന്നത്, ഒരു സ്പ്രിംഗിൽ ഉണ്ടാകുന്ന മാസ് അത് ഓസിലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഓസിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സിംഗിൾ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അപ്പ് ആൻഡ് ഡൗൺ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വയർ ആണ്. ഒരു ഫിക്സ്ഡ് എൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പ് ആൻഡ് ഡൗണിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും അത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു യുണീക് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും അല്ലെ ആ ഒരു സ്ട്രിങ്ങിന്റെ. അതായത് എൻഡ് ഒരു എൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു യുണീക് മോഡിലായിരിക്കും നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആ ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ, മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഒരു യുണീക് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡിങ് വേവ്സ് അതല്ലെങ്കിൽ നോർമൽ മോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ
ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്തിനാണ് ആ ഒരു സ്റ്റാൻഡിംഗ് വേവിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ cos omega t അതായത് ഇക്വേഷനിൽ വരുന്ന cos omega t എന്ന് പറയുന്നത് ഒരു വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് എ ടൈം അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഉണ്ടാകുന്ന ആ ടൈമിനനുസരിച്ച് വേരി ആകുന്ന ആംപ്ലിറ്റ്യൂഡിനെയാണ് ഒമേഗ ടി എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് cos omega t. sin kx എന്താണ് വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ദ പൊസിഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ വരുന്നതാണ്. ഇത് പർട്ടിക്കുലർ പ്ലേസിലാണെങ്കിൽ ദാറ്റ് ഈസ് cos omega t, പർട്ടിക്കുലർ ടൈം ആണെങ്കിൽ ദാറ്റ് ഈസ് sin kx ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് kx is equal to 0, pi, 2pi etc npi വരെ ആകാം. അതുപോലെ തന്നെ x എന്ന് പറയുന്നത് 0, λ/2, λ up to n λ/2 ആണ്. ഓക്കെ, അപ്പൊ ഈ പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോഡ്സ് എന്ന് പറയുന്നത്. നോഡ്സ്, NODES, നോഡ്സ്, ദീസ് പൊസിഷൻസ് ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അടുത്താണ് ഒരു ലോസ് ഓഫ് വൈബ്രേറ്റിംഗ് ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. കുറച്ച് ഇക്വേഷൻസ് ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇക്വേഷൻ ആണ് F is equal to 1/2 L square root of T by mu എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് അല്ലെ. ടിയും മ്യൂവും കോൺസ്റ്റന്റ് ആയിരിക്കും. ലോ ഓഫ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? F which is directly proportional to root of T ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് T ആണ്. ടെൻഷൻ സ്ക്വയർ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത്തും മ്യൂവും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ്സ് ആയിരിക്കും. അടുത്തത് ലോ ഓഫ് മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? F which is directly proportional to square root of 1/mu ആയിരിക്കും. ഇവിടെ ലെങ്ത്തും ടെൻഷനും നമുക്ക് കോൺസ്റ്റന്റ്സ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ബീറ്റ്സ് എന്ന് പറഞ്ഞാലാണ് ഒരു റെഗുലർ ആയിട്ട് ഒരു വേരിയേഷൻ വരികയാണ്. ആ ഒരു ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ റെഗുലർ വേരിയേഷൻ വരികയാണ്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ആ ഒരു ടൈമിനനുസരിച്ചും അതുപോലെ തന്നെ ആ രണ്ട് വേവുകൾ തമ്മിലുണ്ടാവുന്ന സൂപ്പർ പൊസിഷൻ, അതിന്റെ പൊസിഷൻ, പർട്ടിക്കുലർ പൊസിഷൻ അനുസരിച്ചും ആ ഒരു വേവ് ഇന്റൻസിറ്റിയിൽ വേരിയേഷൻ റെഗുലർ ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിന്റെ ഫ്രീക്വൻസിയിൽ ചെറിയൊരു വേരിയേഷൻസും കാണിക്കുന്നുണ്ടാകും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബീറ്റ്സ് എന്ന് പറയുന്നത്. അതായത് the phenomenon of regular variation in intensity of sound, സൗണ്ടിന്റെ ഇന്റൻസിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു റെഗുലർ വേരിയേഷൻ ആണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ടൈമിനെ ബേസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഉണ്ടാവും. ഓക്കെ, ആ ഒരു പൊസിഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്? ആ രണ്ട് വേവുകൾ തമ്മിൽ ഉണ്ടാകുന്ന സൂപ്പർ പൊസിഷൻ. ഓക്കെ, ആ ഒരു ചെറിയ ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള രണ്ട് വേവുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു സൂപ്പർ പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ പൊസിഷൻ കാരണം ടൈമിനനുസരിച്ച് ആ ഒരു റെഗുലർ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി ഒരു സൗണ്ടിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ബീറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യാണ്. y1 is equal to a sin omega1t, അതുപോലെ തന്നെ y2 is equal to a sin omega2t ആണ്. അപ്പൊ ഈ omega1 ന് വരെ എനിക്ക് എന്ത് കൊടുത്തു? 2pi f എന്നുള്ളത് കൊടുത്തു ഞാൻ. സോ a sin 2pi f1t, അതുപോലെ തന്നെ a sin 2pi f2t. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാകും അവയുടെ ഫ്രീക്വൻസീസ്. അതുകൊണ്ടാണ് ഞാൻ f1 f2 എന്നുള്ള പേരിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഫൈനൽ വരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പൊസിഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? നമുക്ക് 2a cos pi f1 minus f2 into t sin pi f1 plus f2 into t. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ബീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so then നമ്മൾ നോക്കുന്നത് ബീറ്റ് ഫ്രീക്വൻസി എന്താന്ന് നോക്കാം. so f beat frequency is equal to the difference between the two frequencies, that is f1 minus f2. ഞാൻ പറഞ്ഞു രണ്ട് വേവ്സിലും നമുക്ക് ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടാകും. ആ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബീറ്റ് പീരീഡ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നമുക്കറിയാം ടൈം പീരീഡും ഫ്രീക്വൻസി എങ്ങനെയാണ്? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടി ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പൊ ബീറ്റ് പീരീഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്താണ്? ടി ഈസ് ഈക്വൽ ടു 1 ബീറ്റ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f1 മൈനസ് f2 ആണ് നമുക്ക് കിട്ടുന്ന ബീറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബീറ്റ്സിൽ വരുന്ന കുറച്ച് ടെർമിനോളജികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ വാക്സിംഗ്. വാക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ബീറ്റ്. ഒരു ബീറ്റിൽ ഉണ്ടാകുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വാല്യൂ, മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിനിമം ആയിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ വാക്സിംഗ്. അതായത് ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഒരു മിനിമം, ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണ് ആ ഒരു ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പീരീഡ്സ് ഓഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാക്സിമം കോൾഡ് വാക്സിംഗ്, അതുപോലെ തന്നെ മിനിമത്തിന് നമ്മൾ പറയുന്നത് വെയിനിങ് ആണ്. അപ്പൊ ആ അവർ തമ്മിലുണ്ടാകുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രണ്ട് വാക്സിംഗ് അതല്ലെങ്കിൽ രണ്ട് ഇതായിട്ട് വരുന്ന വെയിനിങ് തമ്മിലുണ്ടാകുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീറ്റ്സ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, BEAT ആണ്, ബാറ്റ്സ് അല്ല, സോറി,
BEATS ബീറ്റ്സ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് പെർ സെക്കൻഡ്, അല്ലെ, ഒരു സെക്കൻഡിൽ കേൾക്കാൻ പറ്റുന്ന അത്രയും ബീറ്റ്സ് ആണ്, അതിനെയാണ് നമ്മൾ ബീറ്റ്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ബീറ്റ്സ് എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. അതിന്റെ കുറച്ച് ടെർമിനോളജിയും അതിന്റെ 1-2 ഇക്വേഷൻസും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡോപ്ലർ എഫക്ട് അല്ലെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്താണ്? നമുക്ക് ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഏതെങ്കിലും ഒരു സൗണ്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു മൂവിംഗ് സോഴ്സ് അല്ലെങ്കിൽ ഒരു ഒബ്സർവറിനെ ബേസ് ചെയ്തിട്ട് മൂവിംഗ് സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഡോപ്ലർ എഫക്ട് നമുക്ക് എങ്ങനെ പറയാം? ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും, അല്ലെ, ആ ഒരു ഫ്രീക്വൻസി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേവ്സുകളുടെ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന വേറെ ഏതെങ്കിലും വേവ്സുകളുടെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കൂ, ഈ ഒരു കാറിൽ നിന്ന് വരുന്ന ഹോൺ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പേഴ്സണ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഫ്രീക്വൻസിയുടെ ആ ഒരു റേഞ്ച്. എന്നാൽ എ എന്ന ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആ ഒരു ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഡോപ്ലർ എഫക്ടറിന്റെ ജനറൽ ഇക്വേഷൻ, ഓക്കെ, ജനറൽ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. F dash is equal to F into V plus or minus V0 by V plus or minus Vs. V എന്ന് പറയുന്നത് ആക്ച്വൽ നോർമൽ വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്, V0 എന്ന് പറയുന്നത് ഒബ്സർവർ വെലോസിറ്റി, Vs എന്ന് പറയുന്നത് സോഴ്സ് വെലോസിറ്റി, F is the actual frequency. Okay, if medium എയർ എന്ന് പറയുന്നത് മൂവ് ചെയ്യാണ്, ആ ഒരു Vm വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, ആ ഒരു സോഴ്സിന്റെയും ഒബ്സർവറിന്റെയും അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ് ടു ദ ഒബ്സർവർ ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും നമുക്ക് വരിക? V plus or minus Vm ആയിരിക്കും. ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് Vm എന്ന് പറയുന്നത് ആ ഒരു സൗണ്ട് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുകയാണെങ്കിലാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? F dash is equal to F into V plus or minus Vm plus or minus V0 by V plus or minus Vm plus or minus Vm ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സോഴ്സ് ഓഫ് സൗണ്ടും അതുപോലെ തന്നെ ഒബ്സർവറും രണ്ടും റെസ്റ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രീക്വൻസിയിൽ നമുക്കൊരു എന്താ പറയുക എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്കൊരു ജനറൽ ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആ ഒരു ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള ഒരു ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ പോലെ, എന്നിട്ടും നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ്സോളം ആയിട്ടുണ്ട് ക്ലാസ്. തിയറി അതായത് എക്സ്പ്ലനേഷൻസ് കൂടുതലൊന്നും പറയാണ്ട് തന്നെ നമുക്ക് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ മെയിൻ സോഴ്സിലുള്ള ആ വീഡിയോസ് തന്നെ റെഫർ ചെയ്യണം. കുറേ ടോപ്പിക്സോളം ഒരു 6-7 വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.